നമ്മുടെ മുഖ്യമന്ത്രി ഗവർണർ തമ്മിലുള്ള യുദ്ധം എങ്ങുമെത്താതെ തുടരുകയാണ്. സത്യപ്രതിജ്ഞാ വേളയിൽ രണ്ടുപേരും രണ്ട് ഭാഗത്തേക്ക് നോക്കി നിന്നത് വലിയ വാർത്തയായിരുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആയിരിക്കണം SFIക്കാർ പോകുന്ന സ്ഥലത്തൊക്കെ ഗവർണറെ കരിങ്കൊടി കാണിക്കുക. കരിങ്കൊടി കാണിച്ച് മടുത്തപ്പോൾ മധുര അതിന് വാർത്താ പ്രാധാന്യം നഷ്ടപ്പെട്ടു എന്നവർക്ക് മനസ്സിലായപ്പോൾ കണ്ണൂരിലുള്ള ധീര സഖാക്കൾ ഏതാണ്ട് 30 അടി ഉയരമുള്ള ഒരു പപ്പാഞ്ഞി ഉണ്ടാക്കി അതിന് ഗവർണറുടെ മുഖം കൊടുത്ത് അത് കത്തിച്ച് നിർവൃത്തി അടഞ്ഞു. ഗവർണറെ കത്തിക്കണം എന്നാണ് അവരുടെ ആഗ്രഹം, അല്ലെങ്കിൽ ഗവർണറെ കസേരയ്ക്ക് കത്തിക്കണം എന്നാണ് SFIക്കാരുടെ താല്പര്യം. മഹാരാജ് സ്കൂളിലെ പ്രിൻസിപ്പളിൻ്റെ കസേര കത്തിച്ച പോലെ. ഏതായാലും ഇത് രണ്ടും നടത്താൻ പറ്റാത്തത് കൊണ്ട് ഗവർണറുടെ ഒരു കോലമുണ്ടാക്കി, പപ്പാഞ്ഞിയുടെ രൂപത്തിൽ ഒരു കോലമുണ്ടാക്കി അത് കത്തിച്ചു. അങ്ങനെ തൽക്കാലത്തേക്ക് ഇവർ ചാരിതാർത്ഥ്യം അടഞ്ഞു. ഇതേക്കുറിച്ച് വാർത്താലേഖകർ നമ്മുടെ ഗവർണർ അദ്ദേഹത്തോട് ചോദിച്ചു. ഗവർണർ ആരാമോൻ SFIക്കാരൊക്കെ ജനിക്കുന്നതിന് മുമ്പ്, അവരുടെ മാതാപിതാക്കൾ ജനിക്കുന്നതിന് മുമ്പ് അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ യൂണിയൻ പ്രസിഡൻ്റായിരുന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഗവർണർ. അദ്ദേഹത്തിന് ഈ വക അഭ്യാസമൊക്കെ കണ്ടാൽ സഹതാപം മാത്രമേ തോന്നുകയുള്ളൂ. ഇതിലൊക്കെ എത്രയോ വലിയ കളി കളിച്ചിട്ടാണ് പുള്ളി ആദ്യം UP വിധാനസഭയിൽ അംഗമായതും പിന്നീട് പാർലമെൻറ്റ് അംഗമായതും കേന്ദ്രമന്ത്രിയായതും ഇപ്പോൾ കേരള ഗവർണറായതും. അങ്ങനെയുള്ള ആളുടെ അടുത്താണ് SFIക്കാർ ഈ കോലം കത്തിക്കൽ പരിപാടിയായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഗവർണർ പറഞ്ഞത്, ഈ SFIക്കാരെ എൻ്റെ കോലമല്ലേ കത്തിച്ചുള്ളൂ, കണ്ണൂർ ഇവർ എത്ര ആൾക്കാരെ കത്തിച്ചവരാണ് എന്നാണ് ചോദിച്ചത്. ആ ചോദ്യം നമ്മുടെ നാട്ടിലെ വാർത്താമാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു. ഇത് കണ്ടപ്പോൾ SFIയുടെ മുൻകാല സംസ്ഥാന പ്രസിഡൻറ്റും മുൻ പാർലമെൻറ്റ് അംഗവും കേരള സംസ്ഥാനത്ത് കുറേ കാലം മന്ത്രിയുമായിരുന്ന സഖാവ് AK ബാലന് വല്ലാതെ നൊന്തു. ബാലൻ സഖാവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ SFIയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നതാണ്. അദ്ദേഹം പ്രസിഡൻ്റായിരുന്ന കാലത്ത് SFIക്കാർ ആരെയും കത്തിച്ചിട്ടില്ല, മാത്രമല്ല മാർക്സിസ്റ്റുകാരും ആരെയും കത്തിച്ചിട്ടില്ല എന്നാണ് ബാലൻ സഖാവ് പറഞ്ഞത്. SFIയുടെ അനവധി സഖാക്കൾ ഈ കോൺഗ്രസ്സുകാരുടെയും BJPക്കാരുടെയും ലീഗുകാരുടെയൊക്കെ കുത്തേറ്റും വെട്ടേറ്റും മരിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ കണക്കും അദ്ദേഹത്തിൻ്റെ വലിയ സുദീർഘമായ പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ത്യാഗികളുടെ രക്തസാക്ഷികളുടെ മാത്രം ചരിത്രമുള്ള SFI അല്ലെങ്കിൽ CPM എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തെ കേരള ഗവർണർ എന്ന് പറഞ്ഞ ഒരു ശുംഭൻ ആക്ഷേപിച്ചത് ശരിയായില്ല എന്നാണ് ബാലൻ സഖാവിൻ്റെ പരിഭവം. ഈ ബാലൻ സഖാവിന് പേരുകൊണ്ട് ബാല്യമാണെങ്കിലും പ്രായം കൊണ്ട് ഏറെക്കുറെ വാർദ്ധക്യത്തിൻ്റെ പടിവാതിക്കലെത്തി. അതുകൊണ്ട് അദ്ദേഹത്തിന് ഓർമ്മക്കുറവ് സംഭവിച്ചാണ് എന്നെനിക്ക് തോന്നുന്നു. SFIക്കാരല്ലെങ്കിലും CPMകാർ വെട്ടിയും കുത്തിയും കൊന്ന ഒരുപാട് ആൾക്കാരെ നമുക്കറിയാം. വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് അധ്യാപകനെ വെട്ടിക്കൊന്ന പോലത്തെ കഠോര സംഭവങ്ങളുണ്ട്. ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ വെട്ടിക്കൊന്നുണ്ട്, ആളെ വെട്ടിക്കൊന്നിട്ട് ഈ മുറിവിൽ മണ്ണ് വാരിയിട്ടതുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളുണ്ട്. അതൊക്കെ എണ്ണി പറയാൻ തുടങ്ങിയ തീരുകയില്ല. 51 വെട്ടി കൊന്ന ചന്ദ്രശേഖരനൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ തീ വെച്ച് കൊന്നതിൻ്റെ മനോഹരമായൊരു ഉദാഹരണം ഇവിടെ പറയാൻ പോകുന്നത്. ബാലൻ സഖാവ് മറന്നുപോയതാണെങ്കിൽ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം മനഃപൂർവ്വം മറവി അഭിനയിക്കുന്നതാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ഈ സംഭവം നടന്നത് EMSൻ്റെ 67 മന്ത്രിസഭ തകർന്നതിന് ശേഷം 69 നവംബറിൽ സഖാവ് C. അച്യുതമേനോൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റു. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും എന്ന് സഖാക്കൾ ഒരിക്കലും വിചാരിച്ചില്ല. അച്യുതമേനോൻ്റെ മന്ത്രിസഭയിൽ CH മുഹമ്മദ് കോയ ആയിരുന്നു ആഭ്യന്തരമന്ത്രി. അപ്പോൾ അച്യുതമേനോൻ മുഹമ്മദ് കോയ മന്ത്രിസഭയുടെ സമയത്ത് സഖാക്കൾക്ക് ഹാലിളകി. അവർ പലതരത്തിലുള്ള സമരങ്ങൾ പ്രഖ്യാപിച്ചു, പല വിധത്തിലുള്ള അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്തി. ആ സമയത്താണ് KSRTC ജീവനക്കാരുടെ ഒരു വലിയ സമരം പ്രഖ്യാപിച്ചത്. KSRTC ജീവനക്കാരുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി അന്ന് തന്നെ ഒരു പ്രസ്താവന ഇറക്കി. KSRTC വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ സ്വയരക്ഷ നോക്കേണ്ടതാണ് എന്ന്. അതിൻ്റെ അർത്ഥം വലിയ ആക്രമണം നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഈ KSRTCയിലെ CITUകാരുടെ സമരം വിജയിപ്പിക്കാൻ വേണ്ടി പാർട്ടി സഖാക്കൾ രംഗത്തിറങ്ങി. അങ്ങനെയാണ് കൂട്ടുപുഴയിൽ നിന്ന് കണ്ണൂർക്ക് പോകുന്ന ഒരു KSRTC ബസ് മട്ടന്നൂരിനടുത്ത് ചാവശ്ശേരിയിലെത്തിയപ്പോൾ ഈ ധീര സഖാക്കൾ വണ്ടി തടഞ്ഞു നിർത്തുകയും അതിലുള്ള യാത്രക്കാർ ഇവരുടെ ഈ ആക്രമണം കണ്ട് ഭയപ്പെട്ട് ഇറങ്ങി ഓടുകയും ഓടാൻ തുടങ്ങുന്ന സമയത്ത് അന്ന് KSRTC ബസ്സിന് ഒരു വാതിലേ ഉള്ളൂ, ഇപ്പോഴും ഒരു വാതിലേ ഉള്ളൂ. ഒരു വാതിൽ കൂടി തിങ്ങി ഞെരുങ്ങി പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ, പ്രാണഭയത്തോടെ പുറത്തേക്കിറങ്ങാൻ നോക്കുന്ന സമയത്ത് എല്ലാവരും ഇറങ്ങിത്തീരുന്നവരെ കാത്തു നിൽക്കാനുള്ള ക്ഷമ സഖാക്കൾക്ക് ഇല്ലാണ്ടായിപ്പോയി. അവരെന്താ വെച്ചാൽ കയ്യിൽ കരുതുന്ന പെട്രോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ച് തീ വെച്ചു. ഹതഭാഗ്യനായ ഒരു യാത്രക്കാരൻ, പ്രത്യേകിച്ച് രാഷ്ട്രീയം എന്നുള്ള ആളല്ല, കോൺഗ്രസ്സുകാരനുമല്ല, ലീഗുകാരനുമല്ല, BJPക്കാരനുമല്ല, അതിൻ്റെ അകത്ത് വെന്തു മരിച്ചു, കത്തിക്കരിഞ്ഞു പോയി. വേറെ 2 പേർ ആശുപത്രിയിൽ വെച്ച് അന്നും പിറ്റേന്നുമായിട്ട് മരിച്ചു. അപ്പോൾ 3ആയി.
നാലാമതൊരാൾ കുറച്ച് ദിവസം കൂടി ചികിത്സയിൽ കഴിഞ്ഞതിന് ശേഷം പുള്ളി കാലഗതി പ്രാപിച്ചു. ഏതാണ്ട് 10 പേർക്ക് ഗുരുതരമായ പൊള്ളലേറ്റു. ഈ കേസ് തലശ്ശേരി സെഷൻസ് കോടതിയിലാണ് വിചാരണ ചെയ്തതിൽ 3 പ്രതികളെ കോടതി കുറ്റക്കാരെന്ന് 3 പേരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. പിന്നെ കുറച്ച് പേർക്ക് ജീവപര്യന്തം വിധിച്ചു. ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ പാർട്ടിക്കാർ ഇന്നത്തെ പരിപാടി അന്നും ചെയ്തു. അതെന്താ വെച്ചാൽ പാർട്ടിക്ക് ഇതുമായി ഒരു ബന്ധവുമില്ല, ഏതോ കള്ളുകൂടിയന്മാരാണ് ബസ് കത്തിച്ചത് എന്ന് ഒരു പ്രസ്താവന ഇറക്കി. ഇതിൻ്റെ വിശദാംശങ്ങൾ താല്പര്യമുള്ളവർ സഖാബ് എം വി രാഘവൻ്റെ ആത്മകഥ വായിച്ചാൽ മതി. അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അന്ന് അദ്ദേഹം CPMൻ്റെ സമുന്നത നേതാവാണ്. പിന്നെയാണ് പുള്ളി CMB ഒക്കെ രൂപീകരിച്ചത്. രാഘവൻ പറയുന്നുണ്ട്, ഇത് പാർട്ടിക്ക് വലിയ ചീത്തപ്പേരുണ്ടാക്കിയ ഒരു സംഭവമാണ്, പാർട്ടിയുടെ മുഖം നഷ്ടപ്പെട്ടു എന്നാണ്. പക്ഷേ പാർട്ടി ഇങ്ങനെ സുധീരമായ ഒരു പ്രസ്താവന ഇറക്കി ആളുകളെ കൊഞ്ഞനം കാണിക്കുന്ന ഒരു പരിപാടി എത്തിച്ചേർന്നു. ഈ കേസ് നടത്താനായിട്ട് സഖാക്കളെ ആരെ സഹായിക്കുക? പാർട്ടി തന്നെ പണം പിരിച്ചും പാർട്ടി തന്നെ വക്കീലന്മാരെ ഏർപ്പെടുത്തിയുമാണ് കേസ് നടത്തി. എന്നിട്ടും 3 പേരെ തൂക്കിക്കൊല്ലാൻ വെച്ചു. പിന്നീട് ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഹൈക്കോടതി പൊതുവെ കാരണാമയന്മാരായ ജഡ്ജിമാരുള്ള സ്ഥലമാണല്ലോ. അവർ ഇതിൽ ഇവരുടെ ജീവപര്യന്തം മരണശിക്ഷ ജീവപര്യന്തമാക്കി ഇളവ്. അങ്ങനെ സഖാക്കളൊക്കെ കുറച്ചു കാലം ജയിലിൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ നെഞ്ചും പിരിച്ച് പുറത്തിറങ്ങി വന്നു. അതിന് ചിലരെങ്കിലുമൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാവും, അവർക്ക് ഇപ്പോഴും പൊതുപ്രവർത്തനം നടത്തുന്നുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും ബാലൻ സഖാവ് ഇത് മറന്നുപോയതല്ലെങ്കിൽ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. വേറെ യാതൊരു ദുരുദ്ദേശവും ഇല്ല. സഖാവ് ബാലൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞാൻ അദ്ദേഹത്തെ ബാലേട്ട എന്നാണ് വിളിക്കാറ്. അപ്പോൾ ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. ഇൻകുലാബ് സിന്ദാബാദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.